നമ്മൾ അമ്മമാർ മരിച്ചു പണിയെടുക്കുമ്പോൾ ഫോണും പിടിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് രണ്ടിനെയും പിടിച്ച് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് അടിച്ചു വരാൻ കൊടുത്തിരിക്കുകയാണ്. അടിച്ചു വരി അവസാനം പണിയാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ പാറമോള് ഇവിടെ തുണി മടക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പണിയെടുക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഞാനിവിടെ വിളക്ക് വെക്കുകയാണ് കേട്ടോ. വിളക്ക് വെക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കാനായിട്ട് കുറച്ച് മടിയുണ്ട്. അപ്പോൾ ദേ പാറമോളെ ഞാൻ നിർത്തി പ്രാർത്ഥിപ്പിക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ വിളക്ക് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇത് കത്തിച്ച് വെക്കിട്ടു. അത് അടിപൊളിയാണ്. സാമ്പ്രാണി കപ്പ് അതാണ് ഇതിനെ പറയാം കേട്ടോ. സാമ്പ്രാണിയാണ്. ഇത് കത്തിച്ച് വെച്ചാൽ നല്ല മണമാണ്, നല്ല പുകയും വീട് മുഴുവൻ എന്താ പറയുക നല്ല മണം കുറേ നേരം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനത് കത്തിച്ചിട്ട് അത് വെക്കാൻ തന്നെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ പോലെ. പക്ഷെ അതിൽ ഞാൻ വെച്ചില്ല. ഞാനത് കത്തിച്ചതേ പാറമോള് വിളിക്കുന്ന കുട്ടിച്ചാത്തൻ്റെ വിളക്കിൻ്റെ ഉള്ളിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഈ പുക നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ അടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ മുറികളിലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു ബുക്കാണ്. വർഷങ്ങൾ പഴക്കമുള്ള എൻ്റെ ബുക്ക്. അത് ഞാൻ അങ്ങനെ ഇരുന്ന് വായിക്കും കേട്ടോ. ഇത് രാവിലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മീൻ മേടിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ മീൻ മേടിച്ചു. കാരണം വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ചോറുണ്ടില്ല കേട്ടോ. രാവിലെ ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ ഇതാണ് പണി. കുഴി കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. സെപ്റ്റിക് ടാങ്കിൻ്റെ ഓവർഫ്ലോ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഇനി മാറ്റി കുഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്ന് മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. പാറമോള് കണ്ണ് തെറ്റിയ കണ്ടോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാനായി ഞാൻ കുറേ പണികൾ പാറമോളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കും. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് ഞാൻ ചോറ് വെച്ചു. സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂർക്കുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തിട്ടുണ്ട്. മീൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ ചോറുണ്ടില്ല. രാവിലത്തെ ഇഡ്ഡലിയും ചായയും മാത്രമേ കഴിച്ചുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ശ്രീജേട്ടൻ വന്നപ്പോൾ ശ്രീജേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദൈവം 8ൻ്റെ പണിയാണല്ലോ. കാരണം ഇതൊക്കെ പൈസ ചിലവല്ലേ. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. ചായയും ഉഴുന്നുവടയാണ് കൊടുത്തത്. പാറമോൾക്ക് അപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ചേച്ചിമാരൊക്കെ അയൽക്കൂട്ടത്തിൽ പോവാണ്. പാറമോൾ ടാറ്റ കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. പാറമോൾക്ക് പാല് കൊടുത്തപ്പോൾ മധുരല്ലേ, അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാനും അവസാനം ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ചായ കുടിച്ചു.